ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രമായിരുന്നു അമേരിക്ക. അമേരിക്കയിൽ അടിമ കച്ചവടം തന്നെ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, ചരിത്രം അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വസ്തുത ഗ്രഹിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു അടിമച്ചന്തയായിരുന്നു അമേരിക്കയിലെ കോളനികൾ, അമേരിക്കയിലെ ഓരോ ഭരണപ്രദേശങ്ങൾ. ഈ അടിമത്ത വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് സംസാരിക്കുകയും ശബ്ദമുയർത്തുകയും അടിമകളെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുകയും ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ഭരണത്തിൽ വരുന്നതിന് മുമ്പ്, പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രമങ്ങൾ കൊണ്ട് അനേകം അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം ക്രിയകൾ ചെയ്യുവാനായിട്ട് ഇടയാത്തുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശ് കൊടുത്ത് പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും അടിമച്ചന്തകളിൽ നിന്ന് അടിമകളെ സ്വതന്ത്രമാക്കിയിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എബ്രഹാം ലിങ്കൺ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ പണം കൊടുത്ത് തൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഇവരെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ വളരെ ചെറിയൊരു അളവിൽ മാത്രമേ ഇവരെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അധികാരത്തിൽ വരിക, ഭരണത്തിൽ വരിക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥിതിയെ തന്നെ പൊളിച്ചു കളയാനായിട്ട് കഴിയും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഇലക്ഷനുകളിൽ മത്സരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. തുടർമാനമായിരിക്കുന്ന പരാജയങ്ങൾ അദ്ദേഹത്തെ ആ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് അനുവദിച്ചിരുന്നില്ല. ഒരുപാട് തവണ പലയിടങ്ങളിലും അദ്ദേഹം പരാജയപ്പെട്ടു പോയി. എന്നാൽ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാധ്യമാകുകയാണ്. ഒടുവിൽ അദ്ദേഹം ആ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട്, പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. എബ്രഹാം ലിങ്കൺ ഭരണത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം നടക്കുന്നത് അടിമത്ത വ്യവസ്ഥിതിയെ പൊളിച്ചുകൊണ്ടുള്ള ഒരു നിയമം പാസാക്കി അത് അവതരിപ്പിച്ച് അതിനെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിലാണ് അടിമത്ത വ്യവസ്ഥിതി പൂർണ്ണമായിട്ടും അമേരിക്കയിൽ നിന്ന് തുടച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചങ്കം നെറ്റിയും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുമ്പോൾ ചിലർ തടവറകളിൽ അകപ്പെട്ടിരിക്കുന്നത് എബ്രഹാം ലിങ്കൺ കാണുകയും തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് പലരും സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചു എങ്കിലും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ കാര്യം എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ കാര്യത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു ചരിത്ര അടയാളമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഒരു ആത്മീക വശമുണ്ട്. അതിലേക്കാണ് ഇന്ന് ടെൻഡ് ഹോളി സ്പിരിറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക മനുഷ്യരും ഈ പറഞ്ഞ കൂട്ട് ഒരുപാട് അടിമത്വത്തിലാണ് ജീവിക്കുന്നത്, അഥവാ ഒരുപാട് തടവറകൾക്കകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മൾ കാണുമ്പോഴത്തേക്കും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ചലിക്കാനുള്ള എല്ലാ അനുവാദവും അവകാശവും സമൂഹത്തിലുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്, വീടുകൾ, മനോഹരമായിരിക്കുന്ന ഭവനങ്ങൾ, ചുറ്റുവട്ടങ്ങൾ, എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും എവിടെയൊക്കെ മനുഷ്യൻ അവൻ്റെ തടവറകളിൽ അവൻ പൂട്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിയാത്ത നിലവാരത്തിൽ വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് വലിയ കൂടുകൾക്കകത്ത് അടച്ചു പൂട്ടപ്പെട്ടവരെ പോലെ ഇന്നിൻ്റെ സമൂഹത്തിൽ ധാരാളം പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ കാണുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നും. എങ്കിലും മനുഷ്യനോട് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അടുത്ത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ധാരാളം അടിമനുഖത്തിൻ്റെ കീഴിലിരിക്കുന്ന അല്ലെങ്കിൽ കൂടുകൾക്കകത്ത് ഇട്ടിരിക്കപ്പെട്ടിരിക്കുന്നവരെ പോലെ മുന്നോട്ട് പോകുന്ന ധാരാളം ആൾക്കാരെ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. എൻ്റെ വായനയിലും ചിന്തയിലും പഠനത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ഏതാനും ചില ബോധ്യങ്ങളാണ് ഈ സന്ദേശത്തിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ സന്ദേശം ഒറ്റ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് ഇതിനെ 2-3 പാർട്ടുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നവർ അടുത്ത് പിന്നെയും ടെൻഡ് ഹോളി സ്പിരിറ്റ് സംപ്രേഷണം ചെയ്യുന്ന അടുത്ത വീഡിയോകൾ കൂടി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർ ചിന്തകൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് നിങ്ങളോട് സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. നമ്മൾ നേരിട്ട് പ്രവേശിക്കുകയാണ്. എന്താണ് പൈശാചിക തടവറകൾ? ഏതാനും 5 തടവറകളെങ്കിലും, 5 ഇടങ്ങളിലെങ്കിലും മനുഷ്യൻ പൈശാചിക കൂടുകൾക്കകത്ത് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 നമ്മൾ ഇന്ന് പറയുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കി സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം നടക്കുന്ന ഒരു വേദഭാഗം ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷകനായിരിക്കുന്ന ലൂക്കോസിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വാക്യം യേശു ക്രിസ്തുവിന്റെ ദൗത്യ പ്രഖ്യാപനവുമായിട്ട് കാണാനായിട്ട് കഴിയും.
നസ്രത്തിലെ ഒരു പള്ളിയിൽ ചെന്ന് നിന്നുകൊണ്ട് യേശു അവിടുന്ന് പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ട് ഒരു വേദഭാഗം ഇങ്ങനെ ആ പള്ളിയിലുള്ളവരോട് ഉറക്കെ പറയുകയാണ്: ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അടുത്ത പദം: ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ വിടുവിച്ചയക്കേണ്ടതിനും എന്നെ അവൻ അയച്ചിരിക്കുന്നു. പിതാവ് പുത്രനായ ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നു എന്നുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഒരു നയപ്രഖ്യാപനം, അതിനെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നാണ് ചിന്തകന്മാർ വിളിക്കുന്നത്. തൻ്റെ നയപ്രഖ്യാപനം, എന്തിനാണ് താൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, എന്തിനാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ആ പള്ളിയിൽ വെച്ച് യേശു നടത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അതിനെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് ബദ്ധന്മാരെ വിടുവിക്കുക അഥവാ ജയിലുകൾക്കകത്ത് കിടക്കുന്നവരെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ആക്ച്വലി അതിൻ്റെ ലിറ്ററൽ മീനിങ്, അതിൻ്റെ അക്ഷരികമായിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ജയിലുകളിൽ കിടക്കുന്നവരെ സ്വതന്ത്രമാക്കുക എന്നുള്ള ആശയത്തിലല്ല, പിശാചിന്റെ തടവറകളിൽ കിടക്കുന്നവരെ സ്വതന്ത്രമാക്കുക എന്നുള്ള ആശയത്തിലാണ് യേശു ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ പിശാചിന്റെ തടവറകൾക്കകത്താണ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിട്ടും കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഇന്നും അനേകം ആൾക്കാർ തടവറകളിൽ പൂട്ടപ്പെട്ടവരായിട്ട് പൈശാചിക തടവറകൾക്കകത്ത് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനമായ 5 തടവറകളെങ്കിലും പൈശാചിക തടവറകൾ എന്ന വിഷയമായിട്ട് മുന്നിലേക്ക് വയ്ക്കാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തേത് പാപത്തിൻ്റെ തടവറയാണ്. ഇന്നും മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയാതെ, അവന് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇന്നും അവനെ പിടിമുറുക്കുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചങ്ങല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പാപം തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാതെ, അതിനെക്കുറിച്ച് പറയാതെ ഈ സന്ദേശത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് പാസ്റ്റർമാരുടെയും ശുശ്രൂഷകന്മാരുടെയും വിശേഷിച്ച് ക്രൈസ്തവരുടെയും ഒക്കെ ഒരു വായ്പാട്ടായിട്ട് ആൾക്കാർക്ക് തോന്നുമായിരിക്കുമെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏറ്റവും വലിയൊരു തടവറ എന്ന് പറയുന്നത് പാപത്തിൻ്റെ തടവറയാണ്. മനുഷ്യൻ എത്ര കണ്ട് ശാസ്ത്രീയമായിട്ടും ആരോഗ്യപരമായിട്ടും ടെക്നോളജിയിലുമൊക്കെ വളർന്നാലും പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്നോ പാപത്തിൻ്റെ കൂടുകളിൽ നിന്നോ മനുഷ്യന് പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല. ഇത് അവനെ പിടിമുറുക്കുന്ന ഏറ്റവും വലിയൊരു തടവറയായിട്ട് ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പാപത്തെ 3 തരത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. 3 തട്ടുകളിലായിട്ട് പാപത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തേത് സ്വാഭാവിക പാപം, നാച്ചുറൽ സിൻസ് എന്ന ഒരു മേഖലയുണ്ട്. നമ്മളെല്ലാവരും ഭൂമിയിലാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഭൂമി ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. സാത്താൻ ഭരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും ക്രൈസ്തവരോ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്നവരോ മതത്തിൻ്റെ ഒരു നല്ല അനുഭവങ്ങളിൽ മുന്നോട്ട് പോകുന്നവരല്ല. തീർച്ചയായിട്ടും പാപത്തിൻ്റെ വലിയൊരു സാധ്യതകൾ ഈ ലോകത്തിൽ തുറന്നിട്ട ഒരു കവാടം പോലെ എന്നേക്കുമായിട്ട് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അത് പാപം ചെയ്യാനുള്ള മനുഷ്യന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വിശുദ്ധമായി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നാലും, എത്ര തന്നെ തെറ്റുകളിൽ അകപ്പെടാതെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നാലും നാച്ചുറലി മനുഷ്യന് പാപങ്ങൾ കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ സ്വാഭാവിക പാപങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും പാപികളാണ് എന്നുള്ളത് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ ആ ഒരു തത്വം എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. ഒരു നാച്ചുറൽ സിൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒന്നാമത്തെ ഒരു ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ പാപം സംബന്ധിച്ച് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തേത് വിൽഫുൾ സിൻ ആണ്, മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ. ഇന്ന് മനുഷ്യൻ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ വളരെ വലുതാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെ ഇടയിൽ കൂടെ തീർച്ചയായിട്ടും ഈ മനഃപൂർവ്വം പാപങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചിലരെ ജീവിതത്തിൽ ദുഷ്ടതകൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. അവർക്ക് നന്മ ചെയ്യണമെന്ന് അല്പം പോലും താല്പര്യമില്ല. തീർച്ചയായിട്ടും എല്ലാവരും മനഃപൂർവ്വം, ഏറെക്കുറെ പേര് മനഃപൂർവ്വം പാപങ്ങൾക്ക് വിധേയമാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പാപത്തിന്റെ 3ാമത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് ബെസറ്റ് സിൻ ആണ്, മുറുകെ പറ്റുന്ന പാപം എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ശരീരത്തിന്റെ ഭാഗമായി തീർന്നത്, ജീവിതത്തിന്റെ ഭാഗമായി തീർന്നത്, അടർത്തി മാറ്റാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബെസറ്റ് സിൻ, പെറ്റ് സിൻ എന്നുള്ള ഒരു കൊച്ചു വെളിപ്പേരും കൂടി അതിന് ചില ദൈവവചന ചിന്തകന്മാർ കൊടുത്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ തടവറകളിലാണ്. ആർക്കാണ് ഈ പാപത്തിന്റെ തടവറയിൽ നിന്ന് ഒരു മനുഷ്യനെ സ്വതന്ത്രമാക്കാനായിട്ട് കഴിയുന്നത്? ഇവിടുത്തെ മത സംവിധാനങ്ങൾക്കോ
ക്രൈസ്തവരായിരുന്നാലും ശരി, മറ്റേത് മതസ്ഥരായിരുന്നാലും ശരി, അവർക്കാർക്കും തന്നെ മനുഷ്യനെ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഏക വ്യക്തി എന്ന് പറയുന്നത് ആ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഒരുത്തനെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ തടവറകളിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല എന്നുള്ളത് ധൈര്യത്തോടുകൂടെ പറയുന്ന ഏറ്റവും വലിയൊരു ചിന്തയാണ്. സങ്കീർത്തനത്തിലെ ഒരു വേദഭാഗം, പിന്നീട് പൗലോസ് അത് തൻ്റെ ലേഖനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അവൻ അഗാധങ്ങളിലേക്ക് ഇറങ്ങി, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഉയരത്തിൽ കയറി ദാനങ്ങളെ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തനത്തിലുണ്ട്. പിന്നീട് അത് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അത് കോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും പിശാച് അടിമപ്പെടുത്തിയിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ കൊണ്ട് തടവറകൾക്കകത്ത് പൂട്ടപ്പെട്ടിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പാപം ചെയ്യാതെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയാത്ത വിധം ഒരു തടവറയ്ക്കകത്ത് ആയതുപോലെയാണ് എങ്കിൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. തീർച്ചയായിട്ടും ആ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്നും തടവറകളിൽ നിന്നും വിടുവിക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. തൻ്റെ പാപം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു എന്ന ദൈവവചനം പോലെ യോഹന്നാന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക്, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഏറ്റവും യോഗ്യമായ ഒരു രക്തമാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്നതിലൂടെ മനുഷ്യന്റെ പാപത്തിന്റെ തടവറയിൽ നിന്നാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും പാപത്തിന്റെ തടവറകളിൽ പൂട്ടപ്പെട്ടവരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ആ പാപത്തിന്റെ ചങ്ങലകളെ അഴിച്ച് ആ തടവറകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ യേശുവിൽ ആശ്രയിക്കാൻ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുകയാണ്.